ഹായ് മക്കളെ, ചൈനയിലെ ഒരു മഴയുള്ള ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ ഫർണിച്ചർ ഷോപ്പിങ്ങിനായിട്ട് വന്നേക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഫർണിച്ചർ ഷോപ്പിനുള്ളിലേക്ക് പോവാം. ആണ് ഇന്ന് ഫർണിച്ചർ ഷോപ്പ് ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം വന്നിട്ടുള്ള ടീം. അഞ്ചേട്ടനുണ്ട്, ആദിയുണ്ട്, ഡോക്ടർ മുർഷിദ്, വല്യച്ഛനുണ്ട്, സാൻഡിയുണ്ട്, എൻ്റെ മക്കളുണ്ട്, പിന്നെ ഞാനും. ഫർണിച്ചർ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയല്ലേ, സൂപ്പർ. ചൈനയിലെ മഴ കാണും. രണ്ട് ചൈനീസ് കുട്ടികൾ, ചൈനീസ് മഴ. അപ്പോൾ ഫർണിച്ചർ ഷോപ്പിനുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കയറുമ്പോൾ തന്നെ ദേ ഈ ഷേപ്പിലുള്ള ഒരു എൻട്രൻസ് ആണ്. അടിപൊളിയല്ലേ, ഒരുപാട് വെറൈറ്റി ഓഫ് ഫർണിച്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഏതെടുക്കണം എന്ന് നമുക്ക് കൺഫ്യൂഷനായി പോവും. ആ രീതിയിലുള്ള ഫർണിച്ചറാണ് ഇവിടെയുള്ളത്. കണ്ടോ, ഇത് കണ്ടോ, അടിപൊളി. വിശദമായിട്ട് കാണിച്ചു തരാം. സൂപ്പർ. ഇത് റെസ്റ്റോറൻറ്റിന് പറ്റുന്ന ഫേർണിച്ചറാണ് കേട്ടോ. ഇവിടെ ഒരു ഹ്യൂജ് കളക്ഷൻ ഉണ്ട്. സൂപ്പർ അല്ലേ. ഡൈനിങ് ടേബിളിന് പറ്റുന്ന ഫേർണിച്ചറാണ്. ഇപ്പം നിങ്ങൾ ഈ മോഡലൊക്കെ കാണുമോ, ചൈന വിസിറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലൊക്കെ സെലക്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ആദി, ഇത് നോക്ക് എന്ത് രസമുണ്ട് അല്ലേ, നല്ല വെറൈറ്റി. ഹാവ് സം ബ്രേക്ക്ഫാസ്റ്റ്, ന്യൂഡിൽസ്. ശരിക്കും റിയലാന്ന് തോന്നുന്നു. കൊട്ട പോലത്തെ കസേര ഉണ്ടോ നമ്മുടെ വീട്ടിലുണ്ടല്ലോ. ശേഷം ഈ ടൈപ്പ് ഒരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്, ആസാമിൽ നിന്ന് വാങ്ങിച്ചത്. റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള എന്താ പറയുക, നല്ല സ്റ്റാൻഡേർഡ് ഫർണിച്ചർ ഇവിടെ കിട്ടും കേട്ടോ. ഓ, ഇത് പുല്ലാണല്ലേ, ഒറിജിനൽ പുല്ല് പോലെ. അതാ ഇത് നോക്ക്, റെസ്റ്റോറൻ്റൊക്കെ നല്ല വൈബിൽ. എടാ, നമ്മൾ ലുലു മോളിനകത്തൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലത്തെ ഉള്ള നല്ല വൈബ് റെസ്റ്റോറൻറ്റ്. ഇറ്റ്സ് നൈസ്. കണ്ടോ, ഇതുപോലെയൊക്കെ ഇരുന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അല്ലേ ഒരു പുതിയ വീട് വെച്ച്, ലക്ഷറി വീട് വെച്ച് അതിൽ ഇതൊക്കെ വാങ്ങി വെക്കാനായിട്ട് തോന്നും അല്ലേ. അമേസിങ്. നമുക്ക് ഇരുന്ന് ആടാൻ പറ്റുന്ന ഊഞ്ഞാൽ കൊള്ളാം അല്ലേ. നോക്കൂ, ഏതെല്ലാം ടൈപ്പ് മോഡൽ വേണം, ഇത് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പുതിയ വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ചൈനയിൽ നിന്ന് നിങ്ങൾക്ക് ഫർണിച്ചർ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുണ്ടോ, ഡെക്കറേഷൻ കേട്ടോ, സ്റ്റൈലല്ലേ. ഇതൊക്കെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് നമ്മളത് ഇതുപോലത്തെ ഒരു ബീച്ച് സൈഡ് വൈബൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കിട്ടുമെങ്കിൽ ക്ലാസിക് ആയിരിക്കും. ഇത് കണ്ടോ, ഈ ചെയറൊക്കെ കണ്ടോ, വാവ് അല്ലേ. അമേസിങ്. നിങ്ങൾക്ക് ഫർണിച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റിൽ ഇടണം കേട്ടോ. ഓക്കെ. മുകളിൽ ഫിഷിൻ്റെ അറേഞ്ച്മെൻറ്റ് അടിപൊളിയല്ലേ. ഫിഷ് ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്, സൂപ്പർ. ഇത് കണ്ടോ നിങ്ങൾ, താഴെ ഫർണിച്ചറിൻ്റെ ഒരു കമനീയമായ ശേഖരം. നമുക്ക് ലക്ഷറി ലോബിയൊക്കെ വേണം ഹോട്ടൽ. നമ്മൾ ഹോട്ടൽ ഫർണിച്ചറാണ് മെയിനായിട്ട് ഇപ്പോൾ നോക്കുന്നത് കേട്ടോ. ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെയുള്ള ഫേർണിച്ചറാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇത് കണ്ടോ, നല്ല അടിപൊളി ലക്ഷറി ക്ലാസി ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫേർണിച്ചർ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കൊരു ഡെമോ റൂം കണ്ടാലോ? വാ. അപ്പോൾ ഈ ഡെമോ റൂമിൻ്റെ ബാത്റൂമാണിത്. നമ്മുടെ ഈ ഹോട്ടൽ റൂമിൻ്റെ അകം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവർ ഡെമോ ചെയ്തേക്കുന്നത്. ഇങ്ങോട്ട് കാണിക്കും. കണ്ടോ, ഇതാണ് ബാത്റൂമിൻ്റെ ഉൾഭാഗം. ഇവിടെ വന്നേ, ഇവിടെ നമ്മുടെ ബാക്കി പാൻട്രിയും കാര്യങ്ങളൊക്കെ അറേഞ്ച്, TV യൂണിറ്റ്, ഇത് ബെഡൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു മോഡലാണ്, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മോഡലിൽ റൂം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡൽ നോക്കാം. വാവ്, ഇതാണ് നെക്സ്റ്റ് മോഡൽ. ഇതും കൊള്ളാം അല്ലേ, നല്ല മോഡലിൽ ഹോട്ടൽ റൂം ചെയ്തിട്ടിട്ടുണ്ട്. സീനറി തന്നെ അല്ലേ. അത് ഏത് സ്ഥലത്തതായിരിക്കും അറിയില്ല, ഏതാണെന്നറിയില്ല. എന്തെല്ലാം വെറൈറ്റിയാണ് ചൈനയിലുള്ളത്. ഇങ്ങോട്ട് വന്നിട്ടാമല്ലോ. കം ഹിയർ, വെൻ ഐ ടച്ച് ദിസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഗ്ലോയിങ്. കം ഓൺ, മറ്റൊരു ഹോട്ടൽ മുറിയിലേക്ക് സ്വാഗതം. കണ്ട, ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള സെറ്റി ഉണ്ട്. കണ്ട, അതുപോലെ സെയിം ഇതിലാണ് ബെഡൊക്കെ കൊടുത്തേക്കുന്നത്. താങ്ക് യു. ഹലോ, ഇതിൻ്റെ ബാത്റൂമിൻ്റെ വിൻഡോ മിറർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുണ്ടോ. മിററിൽ ടച്ച് ചെയ്യുമ്പോൾ വാ. ഇനി അടുത്തത് ഡെമോ റൂംസ് കണ്ടോ. ഇത് കണ്ടോ നിങ്ങൾ,
വാ, എന്ത് രസമല്ലേ സ്റ്റൈൽ. നമുക്കിതെല്ലാം മേടിക്കണം. ബാ, അത് ഇത് കണ്ടോ, ഈ ഇവിടുത്തെ കൊടുത്തേക്കുന്ന അറേഞ്ച്മെൻറ്റ് നൈസ് അല്ലേ. ഇനി ഇത് കണ്ടോ കാരണം അമലു ഇത് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സച്ച് എ നൈസ് റൂം. അടുത്ത റൂം കാണിച്ചു തരാം, ഡെമോ റൂം. ഓ മൈ ഗാഡ്, ഇറ്റ്സ് ഹൈലി അമേസിങ് അമേസിങ് അമേസിങ്. അതൊന്നും കത്തുന്നില്ല. അടിപൊളി അല്ലേ, സൂപ്പർ. ഓ വാ, ഓ ഇറ്റ്സ് നൈസ്. ഇവിടെ നോക്ക്, പിങ്കിൻ്റെ റെഡ് റെസ്റ്റോറൻറ്റിന് ഒക്കെ പറ്റിയ ഫേർണിച്ചർ. ഇത് കണ്ടോ, നമ്മുടെ വീട്ടിലേക്ക് വെക്കുക. 5 സീറ്റർ ഡൈനിങ് ടേബിള്. ഇത് മെയിൻലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഹോട്ടൽ പർപ്പസാണ്. വീടിനുള്ളത് ഇനി വേറെ ഉണ്ട്. ഇത് ഭംഗിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. മൊത്തം ഇതാണ് കേട്ടോ, മൊത്തം ഇതിൻ്റെ ഷോപ്പ്. അതൊരു ഷോപ്പായിരുന്നു. അതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കാണുന്നോ ആ വാതിൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി അടുത്ത ഷോപ്പിൽ കയറി, ഇനി ഇതിൻ്റെ വാതിൽ കൂടെ ഇറങ്ങി അടുത്ത ഷോപ്പിൽ കയറി. അങ്ങനെ ഇവിടെ മൊത്തം ചെയിൻ ഓഫ് ഷോപ്സാണ് കേട്ടോ, രക്ഷയില്ല. ഹൗസിലേക്ക് കൊണ്ടുപോകാം എന്നാണ് അവർ പറയുന്നത്. വെയർ ഹൗസിൽ പോയി നോക്കാം. മഴയാണ്, അതാണ് പ്രശ്നം, നനഞ്ഞു കിടക്കും. ഇത് കണ്ടോ, ഇതുപോലെ ഒരുപാട് വെയർ ഹൗസ് ഉണ്ട് അവർക്ക്. ഇവരുടെ വെയർ ഹൗസ് തന്നെ എന്തോ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്നു. നോക്കെ ഇത് രസമുണ്ടല്ലേ. അത് കണ്ടോ, ഈ ലൈറ്റ്സൊക്കെ എല്ലാം ഇവിടുത്തെ ഫർണിച്ചർ മാർക്കറ്റുകളുണ്ട്. हो जाएगा बट उसका प्राइस डिफरेंट हो जाएगा। तो मैं दोनों का ये सोफे का भी लेती हूँ एक बार, है ना। ചൈനീസ് ലിപി എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചത് കേട്ടോ. പടം വരയ്ക്കുന്ന പോലെ ഉണ്ടല്ലേ, ഒരു കുന്തവും നമുക്ക് മനസ്സിലാവത്തില്ല. ഞാനൊരു ബിസിനസ് പർപ്പസിനാണ് ഇവിടെ വന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മക്കളെ. ടീച്ചറമ്മയ്ക്ക് ഒരുപാട് എന്താ പറയുക ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ വീഡിയോസ് ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഷോപ്പൊക്കെ ചെയ്ത് നമ്മൾ ആകെ തളർന്നപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം വീണ്ടും നമ്മൾ ഷോപ്പിംഗ് തുടർന്നു. സെറ്റിയൊക്കെ എടുക്കാനായിട്ട് പിന്നെ അടുത്ത ഷോപ്പിലേക്ക് പോയി. കാണുമ്പോൾ നമുക്കെല്ലാം വേണമെന്ന് തോന്നും, അത്ര ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ. സെറ്റി വാങ്ങാനായിട്ട് വന്നേക്കാണ്. പല മോഡൽ സെറ്റീസ് ഇവിടെ ഉണ്ട്. ഇതൊരു വൻ കടലാണ് കേട്ടോ. നമ്മളെത്ര എന്താ പറയുക കണ്ടാലും മതി വരാത്ത അത്രയും വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ ഇറങ്ങിയതാണ്. ഇതിനെ ഇപ്പോൾ 6 മണിയാകുമ്പോൾ ഇവിടെ ഷോപ്പ് അടയ്ക്കും. അപ്പോൾ അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് പോകാനുള്ള തിരക്കിലാണ്. അതുകൊണ്ട് എനിക്ക് അത്ര വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ രാവിലെ ഇറങ്ങുന്നതാണ് കേട്ടോ, പർച്ചേസിങ്ങിനായിട്ട് രാവിലെ ഇറങ്ങി. പിന്നെ രാത്രി വരെയും അലച്ചിൽ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഇവിടുത്തെ സമയം ഏകദാണ്ട് രാത്രി 12:30 ആവും കേട്ടോ. പിന്നെ കട്ടിൽ കാണേണ്ട താമസം ഞാൻ ഉറങ്ങിപ്പോവും, അത്രയും തിരക്കിലാണ്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ടീച്ചറമ്മ ഡെയിലി വ്ളോഗ് ഇട്ടുകൊണ്ടിരിക്കാം കേട്ടോ. ലവ് യു.